ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റ് സ്ട്രക്ചർ, അതായത് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസ് ആണ്, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇഷ് ഹൈസെ മോണിക്ക ഇതൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു, നമ്മുടെ പേര് എങ്ങനെയാണ് പറയാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ വെർബ് വന്നിട്ടുണ്ട് അല്ലേ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതാണ് നോർമൽ ഒരു വെർബ്, ഒരു എന്താ പറയുക സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഉണ്ടാകുക. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ് ഹോനെ ഇൻ ബെർലിൻ, ഞാൻ ബെർലിനിലാണ് താമസിക്കുന്നത്. അവിടെയും നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, അത് കഴിഞ്ഞിട്ടാണ് വെർബ് വന്നിരിക്കുന്നത്. വെർബ് സെക്കൻഡ് പൊസിഷനിലാണ്, സെയിം. ഇനി നോക്കിക്കോ, വേ ഫ്രാഗൻ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് വേ ഫ്രാഗൻ എന്നാണ് വായിക്കുക അല്ലേ. ഡബ്ല്യു എങ്ങനെ വായിക്കുക, വേ ആണ് അല്ലേ. വേ ഫ്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ക്വസ്റ്റ്യൻസ് ആണ്. ഡബ്ല്യു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബ്ല്യുവിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വി അല്ലെങ്കിൽ വെൽഷെ അല്ലെങ്കിൽ വാസ്, വോ, വൊഹേർ, വി ഫീൽ, ഇതൊക്കെ ഡബ്ല്യു ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് നമ്മൾ ഓൾറെഡി കുറച്ച് ഡബ്ല്യു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അല്ലേ. കഴിഞ്ഞ ദിവസം നമുക്ക് വി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എന്താ നമുക്ക് നോക്കി, ഹൗ എന്നാണ്. വാസ് എന്ന് പറഞ്ഞാൽ വാട്ട് എന്നാണ്. ഇതൊക്കെ നമ്മൾ കുറച്ച് നോക്കി. അപ്പോൾ അതൊക്കെ എന്താണ് ശരിക്കും, വേ ഫ്രാഗനാണ്, അഥവാ ഡബ്ല്യു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബ്ല്യുവിലാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വേ ഫ്രാഗൻ അഥവാ ഡബ്ല്യു ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വോ വോനൻ സി, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ വോയിലല്ലേ സ്റ്റാർട്ട് ചെയ്തല്ലേ, വേ ഫ്രാഗൻ വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. വോ വോനൻ സി, എവിടെയാണ് താമസിക്കുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് വെർബ് കഴിഞ്ഞിട്ടായിരിക്കും സബ്ജക്റ്റ് വരിക. സെക്കൻഡ് പൊസിഷനിൽ വെർബ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരിക. അടുത്ത നോക്കിക്കോ, വൊഹിയർ കോംസ് ടു ദു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ വെർബ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, വി ഹൈസൻ സി, എന്താ അർത്ഥം. വി ഹൈസൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണ്, ഹൗ ഈസ് യുവർ നെയിം എന്നാണ് ചോദിച്ചത്. വെർബ് സെക്കൻഡ് പൊസിഷനിൽ, സബ്ജക്റ്റ് അറ്റത്ത്. വി ആൾട്ട് സിൻഡ് സി, ഹൗ ഓൾഡ് ആർ യു എന്നാണ് ചോദ്യം. ഇവിടെ എന്താ വന്നിരിക്കുന്നത്, സെക്കൻഡ് പൊസിഷനിൽ വെർബ് വന്നിട്ടുണ്ട് അല്ലേ. ലാസ്റ്റ് പൊസിഷനിലാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. വോ വോൺസ് ടു ഡു, സെയിം, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. വാസ് ഇൻ ദൈനെ ഹോബീസ്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്. വി ഈസ്റ്റ് ദൈൻ ഫാമിലിയൻ നാമേ, നിങ്ങളുടെ ഫാമിലി നെയിം എന്താണ്. ഇങ്ങനെയാണ് വേ ഫ്രാഗെ ക്വസ്റ്റ്യൻസ് വരിക. ക്ലിയർ അല്ലേ, പറയുന്നത് ക്ലിയർ അല്ലേ. ഒന്നുമില്ല, നമ്മൾ ഇതുവരെ പഠിച്ചു, നമ്മൾ ഓൾറെഡി വേറൊരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ പഠിച്ചു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പേരെന്താ, നിങ്ങൾ എവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്താണ് നമ്മൾ പഠിച്ചത്, വേ ഫ്രാഗെ അഥവാ ഡബ്ല്യു ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല ക്വസ്റ്റ്യൻ, നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, വേർ ആർ യു കമ്മിങ് ഫ്രം, അങ്ങനെ മാത്രമല്ലല്ലോ, ചില യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമല്ലോ. അതാണ് അടുത്ത നമ്മൾ നോക്കുന്നത്, യാ നൈൻ ഫ്രാഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതും നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. സിൻസ് ഈ ഫെയർ ഹൈറാറ്റർ, നിങ്ങൾ കല്യാണം കഴിച്ചാണോ. അപ്പോൾ നമ്മൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനാണ് യാ നൈൻ ഫ്രാഗെ എന്ന് പറയുന്നത്, അഥവാ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യാ നൈൻ ഫ്രാഗൻ. നേരത്തെ നമ്മൾ പഠിച്ചത് വേ ഫ്രാഗൻ, ഡബ്ല്യു ക്വസ്റ്റ്യൻ ആയിരിക്കും. വേർ ആർ യു കമ്മിങ് ഫ്രം, വേർ ആർ യു ലിവിങ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇത് യാ നൈൻ ഫ്രാഗെ ആക്കി, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ അതാ ഹാബൻ സി കിൻഡർ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ നമുക്ക് യെസ് ഓർ നോ പറഞ്ഞാൽ മതിയല്ലോ. അതാണ് യാ നൈൻ ഫ്രാഗെ. സിൻസ് ഈ ഫെയർ ഹൈറാറ്റർ, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ. വോൺസ് ഡു ഇൻ മ്യൂൻഷൻ, നിങ്ങൾ മ്യൂൻഷനിലാണോ മ്യൂണിക്കിലാണോ താമസിക്കുന്നത്. യെസ് ഓർ നോ. കൊമ്മൻ സി ഹൗസ് ഡോയ്ച്ച്ലാൻഡ്, നിങ്ങൾ ജർമ്മനിയിൽ നിന്നാണോ വരുന്നത്. യെസ് ഓർ നോ. വോനൻ സി ഇൻ ഇന്തോനേഷ്യ, നിങ്ങൾ ഇന്തോനേഷ്യയിലാണോ താമസിക്കുന്നത്. സ്പീലൻ സി ഫുട്ബോൾ, നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയുമോ. സ്പ്രെഹൻ സി ഇറ്റാലിയനിഷ്, നിങ്ങൾ ഇറ്റാലിയൻ സംസാരിക്കുമോ. സ്പീലൻ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സിൻ സി ഡ്രൈസ് ഷിയാരെ ആൾ, നിങ്ങൾ 30 വയസ്സാണോ. ആർ യു 30 years old. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. നമ്മളോട് പ്രായം ചോദിക്കുന്നതിന് പകരം എന്താ പറയുക, വി ആൾട്ട് ബിസ്തു, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ ഡബ്ല്യു ക്വസ്റ്റ്യൻ ആണ്. അതല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ട് ഏജ് വെച്ച് ചോദിക്കുമ്പോൾ സെൻസി ഡ്രൈസ് ഷിയാരെ ആൾ, നിങ്ങൾക്ക് 30 വയസ്സായോ. യെസ് ഓർ നോ പറഞ്ഞാൽ മതിയല്ലോ. ഹാബൻ സി സൈറ്റ്, നിങ്ങൾക്ക് ടൈമുണ്ടോ, സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ഹാബൻ സി സൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് മനസ്സിലായോ. യാനാൻ ഫ്രാഗെ ആവുമ്പോൾ ഇങ്ങനെയാണ്, ഡബ്ല്യു ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇങ്ങനെയാണ്. വേ ഫ്രാഗയും യാനാൻ ഫ്രാഗയും. മനസ്സിലായോ, ക്ലിയർ അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബിൽഡ് എ സെറ്റ്സ്. നിങ്ങൾ സെൻറ്റൻസസ് ഉണ്ടാക്കണം. ഇവിടെ 3 വാക്കുകൾ തന്നിട്ടുണ്ട്, ടോം, ഇഷ്, ഹൈസെ. ഈ 3ഉം കൂടി ഒരു സെൻറ്റൻസ് ആക്കണം. 3 വാക്കുകൾ കൂടി. എങ്ങനെയായിരിക്കും നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കുക, ഒന്ന് പറയാമോ ഹാഷിം. ഗുഡ്. ഇഷ് ഹൈസെ ടോം, ഐ ആം ടോം, എൻ്റെ പേര് ടോം എന്നാണെന്നായിരിക്കും ആ സെൻറ്റൻസിൻ്റെ മീനിങ് വരിക. അടുത്ത സെൻറ്റൻസ് നോക്കിയോ, ഇൻ ബെർലിൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, എർ ഉണ്ട്, വോണ്ട് ഉണ്ട്. എർ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. വോണ്ട് നമുക്കറിയാം വോനിൻ്റെ അർത്ഥം, അതായത്
താമസിക്കുക, ലിവ് എന്നുള്ള അർത്ഥമാണ്. ഇൻ ബെർലിൻ ഇതൊരു സെൻറ്റൻസ് ആക്കിക്കുക. റോസ്മി ഒന്ന് ട്രൈ ചെയ്ത്. വോണൻ അല്ല, വോണ്ട്. എറായിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ വോണ്ട് ആവും. വോണ്ട് ഇൻ ബെർലിൻ. ഹി ലിവ്സ് ഇൻ ബെർലിൻ. അവൻ ബെർലിനിലാണ് താമസിക്കുന്നത്. അടുത്ത നോക്കിക്കേ, സി സ്പ്രെഹൻ ഡോയ്ഷ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. എന്തായിരിക്കും? അടുത്ത ആളാ? അൻഷിത അല്ലേ? പറഞ്ഞേ. അപ്പോൾ സി എവിടെ വരും? ലാസ്റ്റ് അല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ വരൂ? സ്പ്രെഹൻ സി വെർബ് കഴിഞ്ഞിട്ട് ഇത് യെസ് ഓർ നോ. ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾ ജർമ്മൻ സംസാരിക്കുമോന്നോ? ആദ്യം എന്താ വെർബ് വരും, പിന്നെ സബ്ജക്റ്റ് വരും. സ്പ്രെഹൻ സി ഡോയ്ഷ്, നിങ്ങൾ ജർമ്മൻ സംസാരിക്കുമോ? ഇത് പറഞ്ഞേ ഹാഷിം. ദു ഔസ് ഇംഗ്ലണ്ട് കോംസ്റ്റ്. കോംസ്റ്റ്. നിങ്ങൾ ഡു യു കം ഫ്രം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നാണോ വരുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയാ ചോദിക്കുക? ഗുഡ്. കോംസ് ടു ഹൗസ് ഇംഗ്ലണ്ട്. നിങ്ങൾ വരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണോ? അടുത്തത് റോസ്മി പറഞ്ഞേ. ബിസ്ത് ഉണ്ട്, ദു ഉണ്ട്, വി ആൾട്ട് ഉണ്ട്. നമുക്കറിയാം, ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ. എത്രയാണ് നിങ്ങളുടെ പ്രായം എന്ന് എങ്ങനെയാ ചോദിക്കുക? അങ്ങനെയാണ് വരിക. ദു ബിസ്ത് വി ആൾട്ട് എന്ന് വരുമോ? എങ്ങനെയാ വരിക? നമ്മളെങ്ങനെ പ്രായം ചോദിക്കാം? നമ്മൾ പഠിച്ചു യമൻഡൻ കെന്നനിലാണ്. ഹൗ ഓൾഡ് ആർ യു എന്നെങ്ങനെ ചോദിക്കാം? ബിസ്ത് ദു. വി ആൾട്ട് ബിസ്ത് ദു. വി ആൾട്ട് ബിസ്ത് ദു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട സെൻറ്റൻസുകളാണ്. ഈ ഷൈസെ മാറ്റി പേര് പറയും ഇങ്ങനെയാണ്. വോ ഓൻ സി, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വോ ഹെയർ കോംസ് ടു ദു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ആൻസർ ആയിട്ട് ഇഷ് വോനെ ഇൻ ബെർലിൻ എന്ന് പറഞ്ഞു. വോ വോനൻ സി, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഫോർമൽ ആയിട്ടാണെങ്കിൽ വോ വോനൻ സി, ഇൻഫോർമൽ ആണെങ്കിൽ വോ വോൻസ് ടു ദു. ആൻസർ ആയിട്ട് അയാൾക്ക് എന്ത് പറയാം? ഇഷ് വോനെ ഇൻ എവിടെയാണ്? ബെർലിനോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ എവിടെയാണെന്ന് വെച്ചാൽ പറയാം. യു ബുക്ക്. ഇനി ഇതാണ് എക്സാമ്പിൾ. എങ്ങനെയാണ് നിങ്ങൾ ഈ സെൻറ്റൻസസ് ഫില്ല് ചെയ്യണം. സ്പ്രെഹൻ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഡാഷ് ഡു ഇംഗ്ലീഷ്. സ്പ്രെഹൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കണം. എങ്ങനെയാണ് ഉപയോഗിക്കാം? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നാണ് ചോദ്യം. ഡാഷ് ഡു ഇംഗ്ലീഷ്. സ്പ്രെഹൻ എന്ന വാക്ക് ഉപയോഗിക്കണം. എങ്ങനെയായിരിക്കും വരിക? ആരാ പറയാ? റോസ്മി. പറഞ്ഞേ. ട്രൈ ചെയ്തോ, തെറ്റിപ്പോയാലും കുഴപ്പമില്ല.